എനിക്കിതുപോലൊക്കെ മുളക് കൃഷി ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ഇതേ രീതിയിൽ തന്നെ ഒത്തിരി മുളകുകൾ നമ്മുടെ വീട്ടുവളപ്പിൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. മുളക് കൃഷിക്ക് ഒരുപാട് പരിചരണമൊന്നും വേണ്ട. ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നമുക്കും നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഷാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ്. പച്ചമുളക്, തക്കാളി ഇവയെല്ലാം തന്നെ നമുക്ക് എന്നും ആവശ്യമുള്ള ഒരു സാധനമാണ് അല്ലേ. നമ്മുടെ എന്തുണ്ടാക്കാനായാലും അതിൽ പച്ചമുളക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള 1-2 തൈകൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഇഷ്ടം പോലെ പച്ചമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. നല്ല വെയിലാണ്, നമുക്ക് എല്ലാ കൃഷിയും നമുക്ക് ചെയ്യാം. പക്ഷേ ഭയങ്കര ചൂടായ കാരണം നമ്മുടെ ഈ മുളകിനും അതുപോലെയുള്ള തക്കാളി മറ്റുള്ള വിളകളുടെ ഒക്കെ പൂക്കൾ കൊഴിഞ്ഞു പോകും. ഒത്തിരി പൂക്കളുണ്ടാവും, അതിൽ പകുതി മുക്കാൽ കൊഴിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട മാർഗങ്ങളും അതിനുള്ള വളങ്ങളും ഒക്കെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ നമ്മൾ ഒത്തിരി പൂക്കളുണ്ടാവും. കണ്ടോ, ഇതിലൊക്കെ ഒരുപാട് പൂക്കളുണ്ട്. പക്ഷെ പൂക്കളൊക്കെ കണ്ടോ മഞ്ഞ കളറായിട്ട് ഇതുപോലെ ഉണങ്ങിപ്പോകുന്നത്, ഇതൊന്നും കായായി മാറൂല. അത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ചൂടിൻ്റെ അഭാവം കൊണ്ടാണ്. കുറച്ചൊക്കെ നമുക്ക് ഇലയൊക്കെ പുതിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതെല്ലാം കായായി വരുന്നുണ്ടാവും, പക്ഷേ ഇതിന് നിൽക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കൃത്യമായ അളവിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, ഞാനൊരു 15 ദിവസമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത്. നൈട്രജനും ഫോസ്ഫറസും അതുപോലെ പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ നല്ല പുഷ്ടിയോടെ വളരുകയും ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉണ്ടായി നിറയെ പൂക്കളും കായകളൊക്കെ നമുക്ക് തരുള്ളൂ. അതാണ് ബുള്ളറ്റ് മുളക്. ഞാനിവിടെ 2 ഇനമാണ് കൃഷി ചെയ്യുന്നത്, സിറാമുളകും അതുപോലെ ബുള്ളറ്റ് മുളകും. ഇതെല്ലാം തന്നെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവരിത് ഒരുപാട് മുളക് എനിക്ക് തന്നിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ അയൽവാസികൾക്ക് കൊടുത്തു, കുറച്ചധികം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ വർഷവും മുളക് കൃഷിയും തക്കാളിയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ ഇന്നേ വരെ ഇതുപോലെ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കുറച്ച് കാര്യങ്ങൾ മൈന്യൂട്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്ര റിസ്ക് ആയിട്ടുള്ള ഒന്നും ചെയ്യാനില്ല ഇതിൽ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു വിത്തിട്ട് മുളക് തൈയായി ഒരു 3-4 ഇല വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ചെടി നന്നായിട്ടുണ്ട് മുകൾ ഭാഗം മുരടിച്ച് നിൽക്കും. എനിക്കുണ്ടായ അനുഭവമാണ്, നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ വരുന്ന കീടം ഉറുമ്പാണ്. ഈ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുളകിൻ്റെ കഥ കഴിഞ്ഞു. മുളക്, തക്കാളി എല്ലാം ആ ഇനത്തിൽ പെട്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ എന്നും പോയിട്ട് അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് വെള്ളം ഒഴിക്കും, വളം ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ നോ രക്ഷ, മുളക് വളരില്ല, അതേ നിർത്തായിരിക്കും അല്ലേ. മുളകിൻ്റെ ഇലയുടെ മണ്ടയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഉറുമ്പൊക്കെ ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? മുഞ്ഞ വരും. മുഞ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതെന്താ വളരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നിറയെ ഉറുമ്പായിരിക്കും. ആ ഉറുമ്പിൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ടാവും, മുഞ്ഞ ഉണ്ടാവും. അതുപോലെ പിന്നെ ആരാ ഉണ്ടാവുക? മീലി ബഗ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള കളറിൽ പഞ്ഞി പോലെ ആവരണമുള്ള ഒരു സംഭവമാണ്. അത് ജീവനുള്ള വസ്തുവാണ്. നമ്മൾ വിചാരിക്കും അത് പഞ്ഞിയാണ്, അതിന് ജീവനൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന് ജീവൻ ഉണ്ടാവും. അതുപോലെ കറുത്ത നിറത്തിലാണ് മുഞ്ഞ ഉണ്ടാവുക. അത് നമ്മൾ ആ ഇലയൊക്കെ തൊടുമ്പോൾ നമ്മളെ കയ്യിലാകെ ഉറുമ്പൊക്കെ ആകെ തട്ടി നമ്മുടെ കൈയൊക്കെ കടിച്ചിട്ടുണ്ടാവും ഉറുമ്പ്. ഈ ഉറുമ്പുണ്ടല്ലോ ഭയങ്കര വൃത്തിക്കാരാണ്.
അപ്പോൾ ഞാൻ മുമ്പൊക്കെ ചെയ്തിരുന്നത് പിന്നെ ഈ താഴെ ഭാഗത്ത് നിലം മുട്ടിക്കിടക്കുന്ന ഇലകളെല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഞാനിത് നിങ്ങളോടൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള മുളക് നമ്മൾ കടയിൽ നിന്ന് പൊടിക്കാനൊക്കെ കൊണ്ടുവരുമല്ലോ, അതിൽ നിന്ന് ഒരു മുളകെടുത്ത് വിത്ത് എടുത്തിട്ട് നിങ്ങളൊന്ന് മുളക് കൃഷി ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ഉറുമ്പുണ്ടല്ലോ, നിലം മുട്ടിക്കിടക്കുന്ന ഈ ഇലകളിലൊക്കെ കയറി നമ്മുടെ മുളകിൻ്റെ മുകളിൽ പോയി ഇരുന്ന് അവിടെ നീരൂറ്റി കുടിക്കും. ഈ മുഞ്ഞനെ കൊണ്ടുവന്ന് വെക്കും. ഈ ഉറുമ്പ് മുഞ്ഞ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്നതിലും ചെറുതായിരിക്കും. അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ച് അത് ഇരുന്ന് നമ്മുടെ മുളക് ചെടി അങ്ങോട്ട് ശോഷിക്കും, ഇല്ലാണ്ടാവും. മുളകിൻ്റെ അഗ്രഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിങ്ങനെ ചുരുണ്ട് പോലെ കിടക്കുന്നുണ്ടാവും, അതിൽ നിറയെ ഉറുമ്പുണ്ടാവും. അപ്പം നമ്മൾ ഉറുമ്പിനെ ഓടിക്കാനുള്ള മാർഗം കാണണ്ടേ? അപ്പോൾ ഈ ഉറുമ്പാണ് ഏറ്റവും വലിയ ശല്യക്കാരൻ നമ്മുടെ മുളക് ചെടിയിൽ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ വിത്തിട്ട് ഒരില വന്നു, രണ്ടില വന്നു, മൂന്നില വന്നു. ഒരു 3 ഇല വരുന്ന സമയത്ത് തന്നെ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താനേ പാടില്ല. ചിലപ്പോൾ ഒരു കുറച്ച് മെച്ചുവേർഡായി മരം ഒന്ന് മെച്ചുവേർഡായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉറുമ്പിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം അതിനായിട്ട് മാറ്റി വെക്കുക. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഏതെങ്കിലും ഒരു ദിവസം, അതൊരിക്കലും മറക്കാൻ പാടില്ല. രണ്ടാമതായി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? കൃത്യമായ അളവിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക. ആഴ്ചയിലോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെടികൾക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. അപ്പോൾ വളർച്ചാഘട്ടത്തിൽ കൂടുതലായിട്ട് ചാണകം, ഉണക്ക ചാണകമാണെങ്കിൽ ചാണകം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി അതൊഴിച്ച് കൊടുത്താലും മതി. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഞാനിവിടെ നമ്മുടെ ചെടികൾക്കൊക്കെ അധികവും കോഴിക്കാഷ്ടമാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കോഴികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കുക. തികയാത്തത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരാറാണ് കേട്ടോ പതിവ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോഴിക്കാഷ്ടവും ചാണകം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാറില്ലേ നിങ്ങളെല്ലാവരും? അപ്പോൾ അത് ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പിന്നെ മുളകും തക്കാളിയൊക്കെ തന്നെ അല്ലേ. നമ്മുടെ മുളകിലും തക്കാളിയിലും കറിവേപ്പിലാണ് ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്നത്. അപ്പോൾ ഒരു തൈയിൽ നിന്നും കുറച്ച് മുളക് കിട്ടിയാൽ നമുക്ക് അത്രയും ലാഭമായില്ലേ. നമ്മളെപ്പോഴും മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പകുതി ഭാഗത്തിലാണ് ഫസ്റ്റ് ടൈം നമ്മൾ മണ്ണ് നിറക്കേണ്ടത്. പിന്നെ നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുകൾ ഭാഗം വരെ, അവിടെ ഒരു മുളക്, ആദ്യം തന്നെ മുകൾ ഭാഗം വരെ മണ്ണിട്ട് കൊടുക്കരുത്. ഒരു പകുതി ഭാഗം ഇടുക. അതിന് ശേഷം നമ്മൾ ക്രമേണ കായകൾ പറിക്കുന്നതിന് കൂടെ തന്നെ പറിച്ചതിന് ശേഷം നമ്മൾ കുറേശ്ശെ മണ്ണും വളവും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇപ്പം ഞാൻ ഈ ഒരു 3/4 ഭാഗമായിട്ടാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതേപോലെ ഇടുമ്പോൾ നമ്മൾ ലിക്വിഡ് വളങ്ങൾ കൊടുക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതുപോലെ മണ്ണും വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ചാക്കുകളോ പിന്നെ അതുപോലെ സിമെൻറ്റ് ചാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കൃഷികൾ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടികളാണ്. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെയൊക്കെ. കാഷ്ടൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 നേരം നനച്ച് കൊടുക്കേണ്ടതുണ്ട്. പൊതയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പൊതയിട്ട് കൊടുക്കുക. ഉണങ്ങിയ കരിയിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മുടെ ചട്ടിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 നേരം നനക്കുന്നത് കൊണ്ട് പൊത ഇട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്യുന്നത് വൈകുന്നേരം 5 മണിക്ക് ശേഷമായിരിക്കണം കേട്ടോ. ആ സമയങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ ചെയ്യേണ്ട, വൈകുന്നേരങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് മുളകിന് തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മുളക് ചെടിക്ക് നന്നായിട്ട് കാൽസ്യം അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക?
ഞാൻ നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോട് മിക്സിയിൽ പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കാറുണ്ട്. അത് നമ്മൾ 1-2 ചെടികളൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മുട്ടത്തോട് മാത്രം മതി. ഇപ്പം എനിക്ക് അത്യാവശ്യം ഒരു 10 തൈകളോളം ഉണ്ട്, 10-12 തൈകളോളം ഉണ്ട്. അപ്പോൾ മുട്ടത്തോട് തികയാതെ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കുമ്മായ ഇട്ട് കൊടുക്കും. നീറ്റിക്കൊക്കെ കൊടുന്ന് ഞാൻ ഇതുപോലെയുള്ള ഒരു മൺചട്ടിയിലിട്ടിട്ട് പിന്നെ അതിലിത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ നീറ്റുകക്ക ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിന് 1 സ്പൂൺ എന്ന കണക്കിലാണ്. അങ്ങനെ 5 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 5 സ്പൂണ് കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്ത ഇപ്പം നമ്മൾ ചെടികൾക്ക് പിന്നെ ചാണകവും അതുപോലുള്ള വളങ്ങളും ചെയ്തില്ലേ, ആ ഒരു ചെടികൾക്ക് നമ്മൾ ഒരിക്കലും കുമ്മായം കൊടുക്കരുത്. അത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമേ വളം ചെയ്ത തൈകൾക്ക് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുമ്മായവും അതുപോലെ പിന്നെ ചാണകവും നമ്മൾ ഒരേ സമയം തന്നെ കൊടുക്കാൻ പാടില്ല. ഒക്കെ ആഴ്ച ഇടവേളകളിലാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിനു മുമ്പ് നമ്മുടെ മുളക് പറിച്ച ചെടികൾക്കാണ് ഈ കുമ്മായത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ചെടികൾക്കും പിന്നെ 1 കപ്പ് വീതമോ 1/2 കപ്പ് വീതമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ ചട്ടിയുടെ സൈസിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഈ കുമ്മായം 1 കപ്പ് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വിളവെടുപ്പാണ്. ഒരുപാട് മുളകുണ്ടായിരുന്നു. അപ്പോൾ വർഷാക്കാർക്ക് ഒരേ ആഗ്രഹം, നമുക്കൊന്ന് മുളകൊന്ന് പഴുപ്പിച്ച് നോക്കിയാലോ. കുറേ ഞങ്ങൾ പച്ചമുളക് എടുത്തു, ഒരുപാട് ബോക്സിലാക്കിയൊക്കെ വെച്ചു. എന്നിട്ടും ഒത്തിരി മുളകുകൾ. അപ്പം നമ്മളിതൊന്ന് പിന്നെ ഉണക്കമുളകാക്കി ഒന്ന് പൊടിപ്പിക്കാൻ വെച്ചാലോ എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ പിന്നെ ഞങ്ങളിത് ഉണക്കാൻ വെച്ചതായിരുന്നു കേട്ടോ. ഇതേപോലെ ചുവപ്പ് കളറാക്കാൻ വെച്ചതായിരുന്നു. പക്ഷെ അതുകൊണ്ട് വേറൊരു ദോഷഫലങ്ങളും ഉണ്ട്. നമ്മളിങ്ങനെ ചെടിയിൽ വെച്ചിട്ട് തന്നെ ഈ മുളക് പഴുപ്പിച്ചാൽ നമ്മളെ ചെടി അങ്ങോട്ട് നശിച്ചു പോകും. ഇതിപ്പോൾ നമുക്ക് കുറേ മുളകുണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വിഷമില്ലാത്ത മുളക് പൊടിയൊക്കെ നമുക്ക് സ്വയം കൃഷി ചെയ്യാം. അത് കണ്ടോ, ഇത്രയും നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ ചെടി ഇത് മുളക് പറിക്കുന്നതോട് കൂടി നമ്മളെ ചെടി കരിഞ്ഞുണങ്ങി പോകും. അങ്ങനെ ഒത്തിരി ചെടികൾ നമ്മളത് നശിച്ചു. ഒരു 6-7 ചെടികൾ മാത്രമേ നമുക്ക് അതിന്ന് ബാക്കിയായിട്ട് കിട്ടിയുള്ളൂ. അത് ഞാൻ അതിൻ്റെ മണ്ടൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തി വളമൊക്കെ ചെയ്ത് അങ്ങനെ റെഡിയാക്കി എടുത്തതാണിപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ ചെടി കരിഞ്ഞു ഉണങ്ങിയാലും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ വിളവെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ പുതിയ ചെടികൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇത് എടുത്ത് വരുന്നതിന് മുമ്പായിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ നമുക്കൊരു കുഴപ്പമില്ല. പുതിയ തൈകൾ ഉണ്ടാക്കുക, അതിൽ നിന്നും ഇതേപോലെ നമുക്ക് മുളകുകൾ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണക്കിയെടുക്കാം കുറേശ്ശെ ആയിട്ട്. ഇത്തിരി കഷ്ടപ്പെട്ടാലെന്താ, മുളകിൽ ഞാൻ സ്വയം പര്യാപ്തയായി എന്ന് ഞാൻ വിചാരിക്കണം. ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ചെറിയ തൈകളാവുമ്പോൾ തന്നെ ഇതിൻ്റെ പരിചരണമൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. മോളാണ് വീഡിയോ ഒക്കെ റെഡിയാക്കി തരാറ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ വിത്ത് മുതൽ വിളവ് വരെ എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ ഇലകൾ വരുന്ന സമയത്തും അതിനെന്തൊക്കെ ചെയ്യേണ്ട വളങ്ങളും അതിന് ചെയ്യേണ്ട ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പച്ചമുളകിൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും കൂടി ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളും അതേപോലെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, പച്ചക്കറി കൃഷി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു.